നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ലോകം മുഴുവൻ വേദനയോടെ ചില വെടിയൊച്ചകൾ കേൾക്കണ്ടായി. കശ്മീരിൻ്റെ മണ്ണിൽ നമ്മളെല്ലാവരെയും വേദനയിലാഴ്ത്തിക്കൊണ്ട് 27 മനുഷ്യജീവനുകൾ നമുക്ക് നഷ്ടപ്പെടുകയുണ്ടായി. ആ ഒരു ഞെട്ടലും ആ ഒരു നൊമ്പരവും ആ ഒരു വേദനയും അവസാനിക്കുന്നില്ല. വളരെ കൃത്യമായി ഒരു മതത്തെയും ഒരു വിഭാഗത്തെയും മനുഷ്യർക്ക് മുന്നിൽ പ്രതിയാക്കാനും പ്രതിക്കൂട്ടിൽ നിർത്താനും പ്രത്യേകം പദ്ധതി ഒരുക്കി നിർവഹിക്കപ്പെട്ട ആ ദൗത്യം പക്ഷേ അവിടെ തന്നെ വെച്ച് അതിൽ തന്നെ ഇരകളായവർ പൊളിച്ചടുക്കിയതും നമ്മൾ കാണുകയുണ്ടായി. എൻ്റെ അച്ഛനെ അവർ വെടിവെച്ച് താഴെയിട്ടു. പിന്നെ എൻ്റെ മുന്നിൽ എൻ്റെ കുഞ്ഞുങ്ങളായിരുന്നു. ഞാനൊരു അമ്മയായി ചിന്തിച്ചു. അപ്പം എന്നെ സഹായിച്ചത് 2 വ്യക്തികളുടെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, അവരായിരുന്നു 2 മുസ്ലിം വ്യക്തികളായിരുന്നു. അങ്ങനെ ആ 2 വ്യക്തികളെയും എന്നെ എല്ലാ നിലക്കും എനിക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും തന്നു. അവരുടെ യാത്ര പറഞ്ഞപ്പോൾ അള്ളാഹു നിങ്ങളെ രക്ഷിക്കട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ലോകത്ത് പലപ്പോഴും നമ്മൾ കാണുന്നൊരു കാര്യം, നിരന്തരമായി എവിടെയൊക്കെ പൊട്ടിത്തെറിക്കുന്ന പൊട്ടിത്തെറികളുടെയും എന്തൊക്കെ സംഭവിക്കുന്നുവോ അതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം പലപ്പോഴും ഒരു ജനതയുടെ മേൽ വെച്ച് കെട്ടുകയും ആ രീതിയിൽ ഒരു ജനതയെ ചിത്രീകരിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുകയും ചെയ്യുന്നു. വളരെ ആത്മാർത്ഥമായി നമ്മൾ പരിശോധിക്കുമ്പോൾ, ഈ ശബ്ദം കേൾക്കുന്ന പരിസരത്ത് നിൽക്കുന്ന എല്ലാവരും വളരെ ആത്മാർത്ഥമായി പരിശോധിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു വിഷയം ഇല്ലേ എന്നത് ഞാനൊരു ടെസ്റ്റിന് വേണ്ടി ഇട്ടുതരാണ്. എൻ്റെ താടി കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രത്യേക മനസ്സുണ്ട്. ആ മനസ്സെൻ്റെ മുടി കാണുമ്പല്ല. ഒരാളും ഇന്നേ വരെ അവൻ്റെ മുടി കണ്ടിട്ട് എനിക്കാകെ പേടിയായി എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ താടി കാണുമ്പോൾ ഒരു പേടിയുണ്ട്. താടി കാണുമ്പോൾ എല്ലാ താടികൾക്കും ഈ പേടിയില്ല. ഇവിടുത്തെ സാഹിത്യകാരന്മാർ, ഇവിടുത്തെ കലാകാരന്മാർ, ഇവിടുത്തെ സയൻറ്റിസ്റ്റുകൾ, ഇവിടുത്തെ ബുദ്ധിജീവികൾ, ഇവരൊക്കെ നമ്മൾ താടി വെച്ചവരായി കാണുന്നുണ്ട് അല്ലേ? നമ്മുടെ ദേശീയ ഗാനത്തിൻ്റെ ഉപജ്ഞാതാവ് ടാഗോർ, അദ്ദേഹത്തിന് മനോഹരമായ നീണ്ട താടിയുണ്ട്. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതെങ്ങനെ കൃത്യമായി സംഭവിച്ചു എന്നത് ഒരു വളരെ കൃത്യമായ ചോദ്യമാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നു? ലോകത്ത് എവിടെയെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും മോശമായി ചെയ്താൽ ആ മോശമായി ചെയ്തതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ഒരു സമൂഹത്തിൻ്റെ തലയിൽ വെച്ച് കെട്ടുകയാണ്.